നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഒരു കമന്റ് ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. കമന്റ് എന്തിനാണ് എല്ലാവർക്കും അറിയാം. നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ മാത്രമല്ല ആ വെബ് പേജ് അനലൈസ് ചെയ്യുന്നത്. വേറൊരാൾക്കും നമ്മളെ വെബ് പേജിലേക്ക് ചിലപ്പോൾ പല കോഡുകളിലും മാറ്റം വരുത്തേണ്ടി വരും. അതേപോലെ തന്നെ ചിലപ്പോൾ ആ കോഡൊന്നും അവർക്ക് അനലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ വെബ് പേജ് നമുക്ക് പല കമന്റുകളും ഓരോന്ന് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, എന്തിനാണ് ഈ ലൈൻസ് നമ്മളെ വെബ് പേജിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ഇതിനെക്കുറിച്ച് പല നോട്ട്സുകളൊക്കെ നമ്മൾ വെബ് പേജിന്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ കമന്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ് പേജിൽ നമുക്ക് രണ്ട് വിധത്തിൽ കമന്റ് ചേർത്ത് കൊടുക്കാം. ഒന്നാമത്തത് സിംഗിൾ ലൈൻ കമന്റ്, അതേപോലെ തന്നെ മൾട്ടി ലൈൻ കമന്റ്. സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കമന്റിനെയാണ് നമ്മൾ സിംഗിൾ ലൈൻ കമന്റ് എന്ന് പറയുന്നത്. മൾട്ടി ലൈൻ കമന്റ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ലൈൻസിലായിട്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് മൾട്ടി ലൈൻ കമന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മുടെ വെബ് പേജിലേക്ക് നമുക്ക് കമന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഡോക്യുമെന്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്താണോ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ മെസ്സേജ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഇതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഈ രൂപത്തിൽ മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതിന് നമുക്ക് എങ്ങനെ ഒരു കമന്റ് ചേർത്ത് കൊടുക്കാം. അതായത് ഈ വെബ് പേജ്, ഈ സൈറ്റ് ആരാണ് എഴുതി, അതല്ലെങ്കിൽ എന്താണോ ഇതിനെക്കുറിച്ച് നമുക്കൊരു നോട്ട് ഇവിടെ ചേർത്ത് കൊടുക്കാനും നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. റിട്ടേൺ ബൈ ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്തു, ജസ്റ്റ് ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഈ പേജ് റണ്ണ് ചെയ്യിക്കുവാണെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രത്യേകിച്ച് വരില്ല. കാരണം നമ്മൾ ഈ കൊടുത്ത കമന്റ് നേരിട്ട്, അതായത് ഈ ടെക്സ്റ്റ് നമ്മൾ നേരിട്ടാണ് കൊടുത്തത്. എന്നാൽ നമുക്ക് ഇത്രയും ഭാഗം നമ്മുടെ വെബ് പേജിൽ കാണുകയും വേണം, പ്രോഗ്രാം അതായത് നമ്മളെ വെബ് പേജ് കറക്റ്റായിട്ട് റണ്ണ് ചെയ്യിപ്പിക്കുകയും വേണം. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഇത് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇവിടെ ഒരു കമന്റ് ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കമന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് 2 സ്ലാഷ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ വെബ് പേജ് നമുക്ക് ഇവിടെ വന്ന് കമന്റ് ആയിട്ട് ആ ഭാഗം കമന്റ് ആയിട്ട് വരികയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് സ്ക്രീനിൽ കറക്റ്റായിട്ട് ഔട്ട്പുട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒറ്റ ലൈൻസിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ്, ഈ രൂപത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് സിംഗിൾ ലൈൻ കമന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഔട്ട്പുട്ട് നമുക്ക് സിംഗിൾ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സിംഗിൾ ലൈൻ കമന്റ് ഉപയോഗിക്കുന്നത്. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഒന്നിലധികം ലൈൻസിലായിട്ട് നമുക്ക് കമന്റ് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഇത് എഴുതിയത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വേർഡ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ വേറൊരു വേർഡ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. വേറെ വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതേപോലെ ഇതിൻ്റെ അടിയിൽ വേറൊരു വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ഓരോന്നിനും നമുക്കിതുപോലെ ലൈൻസുകളൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓരോ കോഡ് എവിടെയാണോ വരുന്നത് ഇങ്ങനെ കൊടുത്താൽ ഓക്കെയാണ്. പക്ഷെ നമ്മുടെ വെബ് പേജിൽ എവിടെയൊക്കെ നമ്മൾ ആ ലൈനുകളുണ്ടോ അതിൻ്റെയൊക്കെ മുമ്പിൽ ഈ സ്ലാഷ് ഇട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നം ഒഴിവാക്കാൻ, ഇപ്പോൾ നമ്മൾ 1000 ലൈൻസ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് ഓരോന്നിനും നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഇതുപോലെ സ്ലാഷ് ഇട്ട് കൊടുക്കുന്ന ഈ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് മൾട്ടി ലൈൻ കമന്റിങ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൾട്ടി ലൈൻ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യാം, നമ്മളിവിടെ വന്ന് സ്ലാഷ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സ്ലാഷ് സ്റ്റാർ ഇട്ടത് എവിടെ നിന്ന് തൊട്ടിട്ടാണോ അത് അവിടെ നിന്ന് അങ്ങോട്ട് ഈ സ്ലാഷ് എവിടെയാണോ, ഈ കമന്റിങ് എവിടെയാണോ ക്ലോസ് ചെയ്യുന്നത് അതുവരെ നമുക്ക് ഇതുപോലെ കമന്റ് ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ എന്ത് ചെയ്യുക, സ്റ്റാർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്നതൊക്കെ നമ്മൾ സാധാരണ കോഡും അതേപോലെ നമ്മൾ ആ കമന്റിൽ ചേർത്ത് കൊടുത്ത ഭാഗം നമുക്ക് കമന്റ് ആയിട്ടും ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ട് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ കമന്റ് നമുക്ക് 2 വിധത്തിൽ ഉപയോഗിക്കാം. ഒന്നാമത് സിംഗിൾ ലൈൻ കമന്റ്, അതേപോലെ തന്നെ മൾട്ടി ലൈൻ കമന്റ്. സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈൻസിലായിട്ടും, മൾട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ലൈൻസിലായിട്ടും വരുന്നതിനാണ് നമ്മൾ മൾട്ടി ലൈൻ കമന്റ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് വേരിയബിളിനെ കുറിച്ചാണ്. ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസിനെ കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഓക്കെ, വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ് പേജിൽ ഉപയോഗിക്കുന്ന വാല്യൂ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ലൊക്കേഷന്റെ പേരിനെയാണ് നമുക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മൾ വെബ് പേജിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന പല
വാല്യൂസും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ലൊക്കേഷന്റെ പേരിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് വിധത്തിലുള്ള വേരിയബിൾ ജാവാസ്ക്രിപ്റ്റിൽ വരുന്നുണ്ട്. ഒന്നാമത്തത് ലോക്കൽ വേരിയബിൾ എന്നും രണ്ടാമത്തതിന് ഗ്ലോബൽ വേരിയബിൾ എന്നും. ഓക്കെ, ഈ വേരിയബിൾ കൊടുക്കുമ്പോൾ കുറച്ച് പ്രത്യേകത, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വേരിയബിൾ കൊടുക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ തുടങ്ങേണ്ടത് ഒരു അക്ഷരം വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. അതായത് ഒന്നുകിൽ എ ടു സെഡ് വരെയോ അതല്ലെങ്കിൽ ഈ രൂപത്തിൽ വലിയ അക്ഷരത്തിൽ എ ടു സെഡ് ഈ രൂപത്തിലോ നമുക്ക് തുടങ്ങണം. ഒന്നുകിൽ ചെറിയ അക്ഷരം എ ടു സെഡോ അല്ലെങ്കിൽ വലിയ അക്ഷരം എ ടു സെഡോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കണം. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ സ്പെഷ്യൽ ക്യാരക്ടറായിട്ട് നമുക്ക് അണ്ടർ സ്കോർ ഉപയോഗിക്കാം. ഇതൊഴികെ വേറെ ഒന്നും അണ്ടർ സ്കോർ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് $സൈന്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ വേരിയബിളിന്റെ ഉള്ളിൽ തുടക്കത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു വേരിയബിൾ തുടങ്ങുമ്പോൾ ഒന്നുകിൽ ചെറിയ അക്ഷരത്തിലോ അല്ലെങ്കിൽ വലിയ അക്ഷരത്തിലോ എ ടു സെഡോ അതല്ലെങ്കിൽ നമുക്ക് അണ്ടർ സ്കോറോ അല്ലെങ്കിൽ $സൈനോ വെച്ചിട്ട് നമുക്ക് വേരിയബിൾ ഉപയോഗിക്കാം. എന്നാൽ ഫസ്റ്റ് ലെറ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏത് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും 0 to 9 വരെയുള്ള ഏത് നമ്പറും ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ലെറ്റർ മാത്രമേ അക്ഷരത്തിലോ അല്ലെങ്കിൽ അണ്ടർ സ്കോറോ അല്ലെങ്കിൽ $. തുടങ്ങേണ്ടത്. ബാക്കി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്പറൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എക്സാമ്പിൾ, നമുക്ക് ഒരിക്കലും ഫസ്റ്റ് വാല്യൂ എന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. പകരം നമുക്ക് ഇതുപോലെ വാല്യൂ ഫസ്റ്റ് എന്നോ സെക്കൻഡ് എന്നോ എന്താണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ വേരിയബിളിന് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കുറച്ച് വാലിഡ് ആയിട്ടുള്ള ഒരു വേരിയബിളിന്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ വേരിയബിൾ കൊടുക്കുമ്പോൾ വാർ എന്നുള്ളൊരു കീവേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ലോക്കുള്ളിൽ വരുന്ന ഏത് വേരിയബിൾ നെയിമും നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എക്സ് എന്നിട്ട് കൊടുത്തു, അതിന്റെ വാല്യൂ നമ്മൾ 100 എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് വാർന്നിട്ടതിന് ശേഷം നമ്മൾ അണ്ടർ സ്കോർ നമ്പർ എന്നിട്ട് കൊടുത്തു. ഇത് നമുക്ക് എന്തായിട്ട് വാലിഡ് ആയിട്ടുള്ളൊരു വേരിയബിൾ ആണ് വരുന്നത്. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇനി കുറച്ച് ഇൻവാലിഡ് ആയിട്ടുള്ള വേരിയബിൾ നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ വാർന്ന് എഴുതിയതിന് ശേഷം ഫസ്റ്റ് നമ്പർ എന്ന് ഇട്ട് കൊടുത്തു. ഇത് ഒരിക്കലും വാലിഡ് ആയിട്ടുള്ളൊരു വേരിയബിൾ അല്ല, കാരണം നമുക്ക് ഒരിക്കലും നമ്പർ വെച്ചിട്ട് വേരിയബിൾ നെയിം കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് വാർന്നിട്ടതിന് ശേഷം സ്റ്റാർ നമ്പർ എന്നിട്ട് കൊടുത്തു. ഇതും ഒരിക്കലും വാലിഡ് ആയിട്ടുള്ള ഒരു വേരിയബിൾ അല്ല, കാരണം നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് സ്റ്റാർ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് വേരിയബിളിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാനുള്ള പെർമിഷന് അണ്ടർ സ്കോറോ അല്ലെങ്കിൽ $സൈനോ മാത്രമേ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഈ വേരിയബിൾ എങ്ങനെ നമുക്ക് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നു, അതെങ്ങനെ നമ്മുടെ വെബ് പേജിൽ ചേർത്ത് കൊടുക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്നതിൻ്റെ ശേഷം നമ്മളിവിടെ വന്ന് വാർ എന്ന് ചേർത്തു. അതിനുശേഷം എക്സ് എന്നിട്ടൊരു വേരിയബിൾ ചേർത്തു. അതിന് നമ്മളൊരു വാല്യൂ ചേർത്ത് കൊടുത്തു 100. അതിനുശേഷം സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അടുത്തൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്തു. വാർ എന്നിട്ടതിന് ശേഷം y എന്നുള്ളൊരു വേരിയബിൾ കൊടുത്തു. ഇതിന് നമ്മൾ വേറൊരു വാല്യൂ ചേർത്ത് കൊടുത്തു. ഓക്കെ, ആദ്യത്തിന് നമുക്ക് 10ഉം 100ഉം രണ്ടാമത്തിന് നമുക്ക് 200ഉം ചേർത്തു. ഇനി വേറൊരു വേരിയബിൾ കൂടി നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇതിന് Z എന്നുള്ള വേരിയബിൾ നെയിമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് എക്സും അതേപോലെ തന്നെ വൈയും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള Z = x+y, എക്സും അതേപോലെ തന്നെ വൈയും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ ആണ് നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. ഇനി ഈ വാല്യൂ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ ഇവിടെ വന്ന് document.write എന്ന് എഴുതിയതിനു ശേഷം സ്ക്രീനിൽ നമുക്ക് Z എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ രണ്ട് നമ്പറിനെയും കൂടി സമ്മ് നമുക്കിപ്പോൾ സെഡിലേക്ക് വന്നിട്ടുണ്ടാകും. അത് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ document.write എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരിക. ആ രണ്ട് നമ്പറും കൂടി കൂടിയ 300 എന്നുള്ളത് നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിന്റെ വാല്യൂ ചേർത്ത് കൊടുത്ത് അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു എന്നതാണ് ഈ പ്രോഗ്രാമിലായി പറഞ്ഞത്. അടുത്തതായി നമ്മൾ നേരത്തെ പറഞ്ഞു, വേരിയബിളിൽ രണ്ട് വിധത്തിലാണ് വേരിയബിൾ വരുന്നത്. ഒന്നാമത്തെ ലോക്കൽ വേരിയബിൾ, രണ്ടാമത്തെ ഗ്ലോബൽ വേരിയബിൾ. അപ്പോൾ ഈ ലോക്കൽ വേരിയബിൾ വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ലോക്കൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതേ
ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മളിവിടെ ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഫംഗ്ഷൻ എന്ന് കൊടുത്തു. ഫംഗ്ഷൻ്റെ പേര് ആഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. വേരിയബിൾ എക്സ് ഈക്വൽ ടു ഒരു വാല്യൂ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എക്സ് ഈക്വൽ ടു ഒരു വാല്യൂ ചേർത്ത് കൊടുത്തു. ഓക്കെ, നമുക്കിത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് വാല്യൂ ഓഫ് എക്സ് എന്നിട്ടതിന് ശേഷം നമുക്ക് ആ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യാൻ പ്ലസ് ഇട്ടതിന് ശേഷം എക്സ് എന്നിട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത് റണ്ണ് ചെയ്യിപ്പിക്കുക. ഇവിടെ ഫംഗ്ഷനെ കാൾ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ആഡ് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 100 എന്ന് നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്തു. കാരണം ഇത് ലോക്കൽ വേരിയബിൾ എന്ന് പറയാൻ കാരണം ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അതിനെ നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ക്ലാസിൻ്റെ ഉള്ളിലോ നമ്മൾ കറക്റ്റായി ഉപയോഗിക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. എന്നാൽ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ പുറത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കൽ വേരിയബിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക്കൽ വേരിയബിൾ നമുക്ക് അതേ ഫംഗ്ഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അത് വേറെ ഫംഗ്ഷനിലൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ആഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സിന്റെ വാല്യൂ കൊടുത്തു. അത് ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇനി വേറൊരു ഫംഗ്ഷന് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരിക്കലും നമുക്ക് ഈ എക്സിന്റെ വാല്യൂ അക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ലോക്കൽ വേരിയബിൾ ആണ്. എന്നാൽ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷന്റെ പുറത്തായിരിക്കും അത് ഡിക്ലെയർ ചെയ്യുക. ഒരു ഫംഗ്ഷന്റെ പുറത്ത് നമ്മൾ അത് ഡിക്ലെയർ ചെയ്താൽ നമുക്കത് ഏത് ഫംഗ്ഷന്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആക്സസ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പം നമ്മളിവിടെ വന്ന് ഈ എക്സിന്റെ വാല്യൂ ലോക്കൽ വേരിയബിൾ എന്ന് അത് നമ്മൾ ഗ്ലോബൽ വേരിയബിളിലേക്കായിട്ട് മാറ്റുന്നുണ്ട്. അപ്പം നമ്മളിവിടെ വാർ എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എക്സ് എന്നിട്ടു 100 എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിന് ഇവിടെ ഒരു ഫംഗ്ഷനുള്ള ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്തൊരു ഫംഗ്ഷനും കൂടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷന് നമുക്ക് ഇഷ്ടമുള്ള പേര് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ വന്ന് ഇതേ ലൈൻസ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ചു. ഈ രണ്ട് ഫംഗ്ഷനും നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്കത് കാൾ ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ആ രണ്ട് ലൈൻസ് നമുക്കിവിടെ രണ്ടും വട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ആദ്യത്തിലും അതേപോലെ തന്നെ രണ്ടാമത്തിലും. ഇങ്ങനെ ഒരു ഫംഗ്ഷന് ഒരു വേരിയബിളിനെ തന്നെ നമുക്ക് പ്രോഗ്രാമിൽ എവിടെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ ഗ്ലോബൽ വേരിയബിളാക്കി മാറ്റണം. അതേ ഫംഗ്ഷനിൽ മാത്രം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ലോക്കൽ വേരിയബിളാക്കി കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.